ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രാഫ്റ്റ്ലോപ്പ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങുമ്പോൾ കിട്ടുന്ന ഈ ഫ്രൂട്ട് കവറില്ലേ, ഇത് വെച്ച് ചെയ്യുന്ന 2-3 ഫ്ലവേഴ്സാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ, നമ്മൾ ഫ്രൂട്ട് കവർ എടുത്തിട്ട് കുറച്ച് ലെങ്ത്ത് പുറത്തേക്ക് ഇട്ടിട്ട് നമ്മളൊരു കമ്പി വെച്ച് അത് ചുറ്റിയിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, 2 സൈഡിലും ഈക്വൽ ലെങ്ത് അല്ല. ഒരു സൈഡിൽ കുറച്ചധികം ലെങ്ത് ഉണ്ട്, കമ്പിയുടെ ഒരു സൈഡിൽ കുറച്ചധികം ലെങ്ത് ഉണ്ട്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കളയാൻ പോവാണ്. കണ്ടല്ലോ. ഇനി ഇതിനെ ഒന്നും കൂടി ഫ്ലവർ ഷേപ്പിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുകൾ ഭാഗത്ത് എക്സ്ട്രാ ഉള്ളതൊക്കെ കട്ട് ചെയ്ത് ഒന്ന് ചെറുതാക്കുകയാണ്. ഇത് കട്ട് ചെയ്താൽ മാത്രം പോരാ, നമ്മൾ കൈ കൊണ്ട് അതിൻ്റെ ഷേപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു വയറിൻ്റെ 2 വശത്തും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും, ആ ഒരു ഉണ്ടയായിട്ട് നിൽക്കുന്ന ഇത് തോന്നില്ല. ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ ഫ്ലവറിൻ്റെ റൗണ്ട് ഷേപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ശരിയാക്കി. ഇനി ഇതിൽ നമ്മളൊരു ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കുകയാണ് അതിൻ്റെ തണ്ടിന് വേണ്ടിയിട്ട്. ഞാനപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് കാണാം. ഈ ഫ്ലവറും കൂടെ ഈ ബഞ്ചിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. ഇത് ഭയങ്കര സംഭവം ഫ്ലവറൊന്നുമല്ല, പക്ഷേ സിമ്പിളായിട്ട് ബിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഫ്ലവറാണ്. നമ്മൾ ഫസ്റ്റ് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞല്ലോ എക്സ്ട്രാ ഭാഗങ്ങളൊക്കെ. അപ്പോൾ കട്ട് ചെയ്തതിൻ്റെ ചെറിയ ചെറിയ പീസസ് ആണിത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത്. ഫ്ലവർ എന്ന് പറയാൻ പറ്റില്ല, അതൊരു ഫ്ലവർ ബഡാണ്, ഒരു പൂവിൻ്റെ മൊട്ട് പോലെ ഇരിക്കും. സെക്കൻഡ് ഫ്ലവറിന് വേണ്ടിയിട്ട് നമ്മളൊരു ടിഷ്യൂ പേപ്പർ എടുക്കുകയാണ്. ടിഷ്യൂ പേപ്പർ ഒന്ന് ചുരുട്ടി ഒരു ബോൾ പോലെ ആക്കുകയാണ്. ബോൾ പോലെ ആക്കിയ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ കൂടെ നമ്മൾ നമ്മുടെ ഫ്ലോറൽ വയർ ഒന്ന് ചുറ്റിയെടുക്കും. ഇനി ഇതിനെ രണ്ടിനെയും കൂടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടിഷ്യൂ വെച്ച് ഇത് പൊതിയാണ്. ഇനി നമ്മളൊരു ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ഇതിൻ്റെ തണ്ട് ചുറ്റി കൊടുക്കും. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു പൂവിൻ്റെ മൊട്ടിൻ്റെ ഷേപ്പിലാണ് ഇരിക്കുക. ഇതിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആ മൊട്ട് പോലെ ഇരിക്കുന്ന ഭാഗത്ത് ഫുള്ള് നമ്മൾ ഗ്ലൂ ആക്കുകയാണ്. നല്ലോണം ഗ്ലൂ ആക്കണം കേട്ടോ, കാരണം ഗ്ലൂ കുറച്ചാക്കിയിട്ട് ഞാൻ ഇത് ഒട്ടിച്ച് നോക്കിയപ്പോൾ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നല്ലോണം ഗ്ലൂ ആക്കിയിട്ട് കണ്ടോ, താഴെ വീണെടുക്കുന്ന പീസിലൊക്കെ ഇതിങ്ങനെ കവർ ചെയ്തെടുക്കുകയാണ്. എല്ലാ ഭാഗത്തും ഒരുപോലെ കവർ ചെയ്യണം. ഇപ്പോൾ അതേ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ചില ഭാഗത്ത് ഇല്ലാത്തതുണ്ട്, അപ്പോൾ ആ ഭാഗത്തേക്ക് നമ്മൾ കൈവച്ച് തന്നെ ആക്കി കൊടുക്കണം. എന്നിട്ടത് ഡ്രൈ ചെയ്യാനായിട്ട് വെക്കുക. ഇതേ സംഭവം റെഡി ആയിട്ടുണ്ട്. ഒരു സിമ്പിളായിട്ടുള്ളൊരു പൂവിൻ്റെ മൊട്ട് പോലെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ബഞ്ചിലേക്ക് വേണമെങ്കിൽ ഇത് ആഡ് ചെയ്യാം. സെയിം കളർ തന്നെയാണല്ലോ. ഇത്തെ ഫ്രൂട്ട് ഫോം കുറച്ച് കട്ടിയുള്ളതാണ് കേട്ടോ, കുറച്ച് കട്ടിയുള്ള ഫ്രൂട്ട് നെറ്റാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ കണ്ട ഫ്ലവർ ബഡിനേക്കാളും വ്യത്യസ്തമായിട്ട് ടിഷ്യൂ ഒന്നും ഉപയോഗിക്കാതെ ഈ ഫ്രൂട്ട് നെറ്റ് വെച്ച് തന്നെ ഉണ്ടാക്കുന്ന ഒരു ഫ്ലവർ ബഡാണ് കാണിക്കുന്നത്. ഫ്രൂട്ട് നെറ്റ് ഇത് കുറച്ച് കട്ടിയുള്ളതായതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. സെൻറ്ററിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അതിൽ ഒരു സൈഡ് എടുത്തിട്ട് കണ്ടോ, കുറച്ച് ലെങ്ത്ത് മുകളിലേക്കാക്കിയിട്ട് നൂല് വെച്ച് നമ്മൾ നല്ല ടൈറ്റായിട്ട് കെട്ടിയെടുക്കുകയാണ്. ഫസ്റ്റ് ഫ്ലവർ ഉണ്ടാക്കിയപ്പോഴത്തെ പോലെ ഇതിലും കുറച്ച് എക്സ്ട്രാ പുറത്തേക്ക് നിൽക്കുന്നുണ്ട്, അപ്പോൾ അത് കട്ട് ചെയ്ത് കളയുകയാണ്. ഇനി നമ്മളിത് ഒന്ന് ചേർത്ത് എക്സ്ട്രാ ആയിട്ടുള്ളതൊക്കെ കട്ട് ചെയ്ത് നല്ലോണം കട്ട് ചെയ്തിട്ട് ഒരു ഫ്ലവർ ബഡ് പോലെ ആക്കാൻ പോവാണ്. മാക്സിമം നമ്മൾ എക്സ്ട്രാസ് കട്ട് ചെയ്തിട്ട് കുറേ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു ശരിക്കും ഒരു
റൗണ്ട് ഷേപ്പിലുള്ളൊരു ഇത് മാത്രമായിട്ട് കിട്ടും. വേറെ എക്സ്ട്രാ ആയിട്ടൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് കട്ട് ചെയ്യുക, അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു റൗണ്ട് ഷേപ്പ് ഏകദേശം വന്നിട്ടുണ്ട്. ഒരു ഫ്ലോറൽ വയർ ഇതുമായിട്ട് ഫിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ തണ്ടിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കുകയാണ്. ഇന്ന് നമ്മൾ കണ്ട 3 ക്രാഫ്റ്റും വളരെ സിമ്പിളാണ്, വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ്. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ചാനൽ ഇമ്പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ സജഷൻസ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെന്താ, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും സ്റ്റേ ഹാപ്പി.